ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ അമ്പംകുന്നത്ത് പോയിട്ട് കുറച്ച് ക്യാഷ് ഇടാനൊക്കെ ഉണ്ടായിരുന്നു, നേർച്ച പൈസയും കാര്യങ്ങളൊക്കെ ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 3:45 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ നല്ല വെയിലല്ലേ, ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ വൈകിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഈ സമയത്ത് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതെവിടെ സ്ഥലം എന്ന് വെച്ചാൽ നമ്മളെ കുമരംപുത്തൂരില്ലേ, മണ്ണാർക്കാട് ഞാൻ പഠിച്ച കോളേജൊക്കെ ആയിരുന്നു കേട്ടോ. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, കോളേജും കാര്യങ്ങളൊക്കെ ഇത്രയും ബിൽഡിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കോളേജിന് ഒരുപാട് മാറിയ പോലെ, നമ്മൾ പഠിച്ച അന്നത്തെ ക്യാമ്പസൊന്നും അല്ല ഇപ്പോഴത്തെ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. റോഡ് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കുന്തിപ്പുഴ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബ്ലോക്കാണ് ആ കോടതിപ്പടി ആ ഭാഗത്തൊക്കെ. പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ, ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അല്ലൂസിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം അവനക്ക് വിശക്കും. ഒന്നല്ലെങ്കിൽ ചായ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ കുന്തിപ്പുഴയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബ്ലോക്കാണ്, കാരണം പിന്നെ കുറേ നേരം നിൽക്കും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അവനക്കൊരു പ്രത്യേകത ഉണ്ട്, വീട്ടിലുണ്ടാക്കുന്ന സാധനമൊക്കെ കൂടുതൽ ഇഷ്ടം അവനക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതാട്ടോ. ഒരുപാട് കഴിക്കൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടണം, പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ കുറച്ച് അവനക്ക് കിട്ടണം. വൈകുന്നേരം ഒരു 4:30 4:45 ആയാലും കണ്ടോ എന്തോ ഒരു വെയിലാണ്, ഭയങ്കര വെയിൽ. ഈ വെയിൽ കൊണ്ടാൽ തന്നെ ഭയങ്കര ടയേർഡാണ് നമുക്ക്, ഒരുമാതിരി ഒരു വെയിൽ, തലവേദനയൊക്കെ വരുന്ന പോലെയൊക്കെ ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മണ്ണാർക്കാട് പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. KFC അങ്ങനെ സുഡിയോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ആദ്യമൊന്നും പറയുന്ന സൂപ്പർ മാർക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴൊക്കെ സൂപ്പർ മാർക്കറ്റ്. കുന്തിപ്പുഴ ഭാഗം തന്നെ ഒരുപാട് മാറിയ പോലെ ഉണ്ട് കേട്ടോ. ഒത്തിരി ബിൽഡിങ്ങും കാര്യങ്ങളും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. റോഡൊക്കെ നല്ല ഇതാക്കിയിട്ടുണ്ട് കേട്ടോ, പുതിയതാക്കിക്കുക പറഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഇതുണ്ട്, കാണാൻ തന്നെ ഭംഗിയാണ്. ഇപ്പോൾ പണ്ടത്തെ മണ്ണാർക്കാടും ഇപ്പോഴത്തെ മണ്ണാർക്കാടും നല്ല മാറ്റമുണ്ട് കേട്ടോ. നമുക്ക് അമ്പംകുന്നത്തേക്ക് ഈ റോഡ് കൂടി ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ, പക്ഷേ എന്താ റോഡ് അത്ര ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ബ്ലോക്കൊക്കെ ഇതാക്കിയിട്ടും ഇത് കൂടി തന്നെ പോകുന്നത്. ഇത് അപ്പുറത്ത് കൂടി പോയാലും ഈ റോഡിൽ തന്നെയാണ് എത്തുക. എന്താ നമ്മളെ ഇതേ ഈ നെല്ലിപ്പുഴ ഭാഗത്ത് കൂടി പോയാലും ഈ റോഡിലേക്കാണ് എത്തുക. രണ്ടും സെയിം റോഡായിട്ട് അട്ടപ്പാടി റോഡ് വഴിയാണ് പോകുന്നത്. പക്ഷേ നല്ല പണി നടക്കുന്നതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര മോശമാണ്. ഇത് കൂടി പോയാലും മോശമാണ്, പിന്നെ നമ്മൾ ആ ഷോർട്ട് കട്ട് കൂടി പോയാലും മോശമാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത് കൂടി പോകുന്നതല്ലേ വിചാരിച്ചിട്ട് ഇത് കൂടി തന്നെ പോകുന്നു കേട്ടോ. പോകുന്ന അത്രയും നല്ല റോഡ് കൂടി പോകാമല്ലോ വിചാരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, ഒരു സാധനവും വീട്ടിലുണ്ടായിരുന്നില്ല. കണ്ടോ ഇവിടെ എത്തിയ ഭയങ്കര ബ്ലോക്കാക്കാരം, ഇങ്ങനെ നിൽക്കണം ഇവിടെ, ഇങ്ങനെ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതൊക്കെ പോകാൻ പറ്റുള്ളൂ ഇവിടുന്നൊക്കെ. വീട്ടിൽ പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ എല്ലാം തിരിച്ച് വരുമ്പോൾ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്ക. കാരണം കുറേ ദിവസമായിട്ട് വെച്ചുണ്ടാക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിലുള്ള പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല.
മറ്റേ പരിഷ്കാരം അല്ലെങ്കിൽ മറ്റേ തണ്ണിമത്തൻ എന്താ പറയാ എപ്പോഴും എന്താ പറയാ റോഡ് കംപ്ലീറ്റ് ആണ്. പതുക്കെ തേങ്ങക്ക് എന്താ പറയാ? തേങ്ങക്ക് എന്താ പറയാ? കോക്കനട്ട്. ഇതിപ്പോ ഇതെന്തോന്ന് പഠിപ്പൊക്കെ പഠിച്ചു. ആപ്പിള് ആപ്പിള് അല്ലേ അല്ലോ അച്ഛനൊരു വിവരമില്ല അല്ലേ. പച്ചമുളക് ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക മത്തങ്ങയല്ല വത്തക്കടാ. മത്തങ്ങ ചമ്മന്തി ഇറക്കാം. എനിക്ക് ചമ്മന്തി ഒന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ഒന്നുമില്ലെങ്കിൽ നല്ലതാണ്. ഉപ്പിലിട്ടിട്ട് മാറ്റണ്ടല്ലോ. രാവിലെ വെള്ളച്ചോറ് ഞങ്ങളുടെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് രാവിലെ വെള്ളച്ചോറുണ്ടാവും. ആ വെള്ളച്ചോറ് കൂട്ടാനോ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ മാങ്ങ എന്തെങ്കിലും ഉപ്പിലിട്ടുണ്ടാവും. അതും പിന്നെ നോമ്പ് കാലത്ത് രാവിലെ വായില് വെള്ളം വെച്ചിട്ടുണ്ടോ? മറ്റേ അത്താഴത്തിന് നമ്മള് രാവിലെ ചോറ് തരും. ഇത്തിരി ചോറേ തരുള്ളൂ കേട്ടാ. ആ ചോറ് തരുമ്പോ അതിന്റെ കൂടെ മാങ്ങയും തരും. മാങ്ങ എത്ര മാണയും തരും. കാരണം വെറുതെ ഇട്ടുണ്ടാവില്ലേ. ചോറ് കമ്മിയായിരിക്കും. അന്നത്തെ കാലം നല്ല മാറ്റം. തിന്നാനും വേണ്ട, തിന്നാൻ കിട്ടില്ല. തിന്നാൻ വേണ്ട. ഇപ്പൊ തടി കുറയ്ക്കാൻ വേണ്ടിട്ടുള്ള ഓട്ടത്തിലാണ് എല്ലാരും. തിന്നാൻ കിട്ടാഞ്ഞിട്ട് തിന്നാൻ വേണ്ടാഞ്ഞിട്ട് ആൾക്കാർക്ക് എന്താ ഇപ്പൊ എല്ലാരും ഹോട്ടലിലാണ്. ഇപ്പൊ എന്താ ഹോട്ടലിലാണ് ഓർഡർ ചെയ്താ അല്ലു എന്താ വേണ്ടേ? ചിക്കനും ഉരുളക്കിഴങ്ങും ഇതാ അരമണിക്കൂറുള്ളൂ വീട്ടിലെത്തും. മേടിച്ചു തരാം. ഓക്കെ അതായ ഇനി അച്ഛന് ഇനിയിപ്പോ ഒന്നും വേണ്ട, നമുക്കൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്താലാ അതാ അരമണിക്കൂറിൽ വീട്ടിലെത്തും. അപ്പൊ ഇങ്ങനെ ആകുമ്പോ എന്തായാലും പക്ഷെ ഇപ്പൊ നമ്മള് ഈ വൈകുന്നേരത്ത് തിന്നണ ഇതൊക്കെ അല്ലേ, അത് തിന്ന് കടന്നിട്ട് അത്രയും അറ്റാക്കോ അങ്ങനെ ഫാസ്റ്റ് ഫുഡ് ആണ് നൈറ്റ് കഴിക്കുന്നത്. അതെ ഞാനെന്തായാലും എങ്ങനെ 4-5 ദിവസം ചൂട് കൂടുതലാത്തരേ. ഞാനിങ്ങനെ ആലോചിച്ചാണേ എത്ര ഡിഗ്രി കൂടുതലാണ് ഇപ്പഴേ ഇങ്ങനെ ചൂടാണെങ്കിലേ ഏപ്രിലും മെയ്യിലൊക്കെ എന്താക്കാര അവസ്ഥ. ഇനി ഗൾഫ് രാഷ്ട്രങ്ങളില് മഴയും ചൂട് മറ്റേ കേരളത്തിലും. അപ്പൊ ഈ കാണുന്നതാണ് മറ്റേ അട്ടപ്പാടി പോകുന്ന റോഡ്. മഴ മല ആൽക്കാളൊക്കെ എത്തിയിരിക്കുന്നത്. അത് ഭയങ്കര കോമഡിയാണ് അല്ലേ. പോകുമ്പോ അങ്ങനെ പോവാ. റോഡ് അത്ര ഇതില്ല, സുഖല്ല, പണി നടന്നോണ്ടിരിക്കല്ലേ. കനാലൊക്കെ ഇതാക്കിക്കുന്നില്ലേ, വൃത്തിയാക്കി നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് തീരെ കുറ്റാലോ. ഞാനൊന്ന് കുളിപ്പിച്ചേരയില് എവിടെ കണ്ടാലും കുളിച്ചു. എന്നാ വള്ളത്തിൽ കണ്ട് തട്ടിയാലോ? ഇതിലേക്കാണ്ട് ഇട്ട് കൊടുത്താലോ?
അതാ നല്ലത്. കുളിച്ചാലും വൃത്തിയാക്കിയിട്ടുണ്ട് ട്ടോ കനാല്. പക്ഷെ എണ്ണയും സോപ്പ് കൊണ്ട് എടുത്താ നല്ല വൃത്തിയുണ്ട് ട്ടോ. എന്തറിയോ വേനലല്ലേ വരുന്നേ, അപ്പൊ ഈ കൃഷിക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇവരിത് ഡാം തുറക്കണേ, അതുകൊണ്ടാണ്. നല്ല വെള്ളമുണ്ട്. മോട്ടർ വെച്ചിട്ടു. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് അറിയോ? എന്താണ് സ്ഥലത്തിന്റെ പേരറിയില്ല. ഇത് അന്തം. ഇത് നമ്മള് അമ്പങ്കുന്ന് എന്താ മക്കാമക്ക് പോകുന്ന റോഡാണ്. അവിടെ പൈസ മേടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ. നല്ല വെള്ളം അല്ലേ? നല്ല വെള്ളമുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ. ആഹാ നല്ല ഭംഗി. സിമെന്റ് ഇട്ട് നല്ല വൃത്തിയാക്കില്ലേ, കാണാൻ നല്ല ഭംഗി. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരുപാട് വെള്ളം കാണുന്നത് പേടിയാണ്. പണ്ടേ പേടിയാണ് എനിക്ക് വെള്ളം, ഭയങ്കര പേടിയാണ്. എല്ലാരെയും പേടിയാണ്. എനിക്ക് അന്നേം പേടി. എന്താ ചെയ്യാ? എന്താ മുത്തുമണിയെ, ആ മീനുകളുണ്ടാവും. ഉണ്ടാവില്ലേ? ഇത് കാഞ്ഞിരപ്പുഴ ഡാമത്തെ വെള്ളാണേ അല്ലേ? ഇത് കാഞ്ഞിരപ്പുഴ ഡാമത്തെ വെള്ളാണേ. ആണാണ്. ഇത് കാഞ്ഞിരപ്പുഴ ഡാമത്തെ വെള്ളമാണ് മുത്തുമണിയെ. കാഞ്ഞിരപ്പുഴ ഡാമത്തെ വെള്ളമാണ്. അതൊരു വെള്ളാളിന്റെ പള്ളിയാണല്ലോ. അങ്ങനെ നമ്മൾ അമ്പുങ്ങത്ത് പള്ളിയിലെത്താനായിട്ടാ. കുറച്ച് പൈസ ഇടാനുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് പോണം. വെള്ളമൊക്കെ വറ്റി, പുഴയില് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എന്താ കുറച്ച് വെള്ളമുള്ളൂ. വെള്ളി ശനി ഞായർ ഫെബ്രുവരി ഇത്രയും പാടത്തെ പണിയായിരുന്നു. അതിന് ഇതല്ലേ, ഇത് ഇവിടെ പള്ളിക്ക് നേർച്ച ഇതില്ലേ മാ. അപ്പൊ ഈ പരിപാടിക്ക് ആൾക്കാരെ കട കെട്ടാൻ വേണ്ടിട്ടേ, കട ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ്. ഇത് വെള്ളാണ് മുത്തേ. അങ്ങനെ നമ്മള് പള്ളി എത്തിയിട്ടോ. പള്ളിന്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാനും ഇതിനൊന്നും പറ്റില്ല. ഇതാണ് അമ്പങ്കുന്ന് പള്ളിട്ടാ. കിട്ടിക്കും കമ്പിയാണ് കേട്ടോ. ഇതാണ് നമ്മളെ പള്ളിട്ടാ. നമ്മള് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ പള്ളിയിൽ ക്യാഷും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം 6:15 ഒക്കെ ആയി. ഇപ്പോഴും വെയിലിന് കമ്മിയൊന്നും ഇല്ല കേട്ടോ. നല്ല വെയിലാണ് ഇപ്പോഴും. ചൂടും അതിനേക്കാളുണ്ട് ചൂട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും വേറെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.